1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങി. വാസ്കോഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിന് ഏതാനും നാഴിക അകലെയുള്ള സാമൂതിരിയെ സന്ദർശിച്ചുവെങ്കിലും രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലങ്ങളൊന്നും ഉളവാക്കിയില്ല. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്താൻ അനുവദിക്കണമെന്ന് വാസ്കോഡ ഗാമ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചുവെങ്കിലും ആ അഭ്യർത്ഥന സാമൂതിരി നിരസിക്കുകയാണുണ്ടായത്. നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് ചുങ്കം കൊടുത്തുകൊള്ളണമെന്ന് സാമൂതിരി വാസ്കോഡ ഗാമയെ നിർബന്ധിക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. യാത്രാമധ്യേ അദ്ദേഹം കണ്ണൂരിൽ കോലോത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് ഇറങ്ങുകയാണുണ്ടായത്. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലോത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലോത്തിരിയുമായി വാസ്കോഡ ഗാമ ഒരു കരാറിൽ ഏർപ്പെട്ടു. 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ തിരിച്ചെത്തി. വാസ്കോഡ ഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചിലവായതിൻ്റെ 60 മടങ്ങ്